ഇന്ന് നമുക്ക് കൂന്തൽ നിറച്ചാലോ? നല്ല പിടക്കണ കൂന്താണ്ടോ? പിടച്ച കൂന്തൊന്നുമല്ല, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറ്റിയ കൂന്താണേ. എന്നാൽ നമുക്ക് കൂന്തൽ നിറയ്ക്കാം. അപ്പോൾ പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിന് ശേഷം എൻ്റെ അമ്മ ചെയ്തു തന്നതാണ് ഈസിക്ക് വേണ്ടിയിട്ട്. ഉള്ളി മിക്സിയിൽ അരച്ച് അതിൻ്റെ കൂടെ പച്ചമുളകും ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് റെഡിയാക്കി വെച്ച് നന്നായിട്ട് അത് കുക്കായി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ ഈസി കുക്കാവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്ത് പിന്നെ മസാലകൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട്, മുളക് പൊടി ഇട്ട്, പിന്നെ കുറച്ച് ഞാൻ ഫിഷ് മസാല ആഡ് ചെയ്യേ, ഫിഷ് ആയതിനെ കൊണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇട്ട്, പിന്നെ എന്നും പറഞ്ഞോണ്ട് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ മസാലേൻ്റെ സ്മെല്ലൊക്കെ മാറിയപ്പോൾ ഞാൻ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയൂലേ, എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ പറയാൻ. അപ്പോൾ അതിലോട്ട് കൂന്തൻ്റെ ചിറകും ഇട്ട് കൊടുത്ത് എന്നിട്ട് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് അത് അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് അതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിലോട്ട് തേങ്ങ ചേർക്കുക. തേങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വൃത്തിയാക്കി വെച്ച കൂന്ത ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ആ കൂന്ത കുട്ടനെ ഒന്നും ഇങ്ങോട്ട് എടുത്തിട്ട് മസാലയിൽ കുത്തി നിറച്ചെടുക്കണ്ട, കുറച്ച് പകുതി നിറച്ചെടുത്താൽ മതി. കുത്തി നിറച്ചെടുത്താൽ ചിലപ്പോൾ ഉണ്ടായി വരുമ്പോൾ ബോംബ് പോലായി. അപ്പോൾ കുറച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ട് മസാല നിറച്ചെടുക്കുക. തല വീണ്ടും അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തിട്ട് മൊഞ്ചിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലൊരു ടൂത്ത് പിക്ക് ഇട്ട് കൊടുത്ത് അത് കുത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ മൊഞ്ചുള്ള കൂന്താന്നാക്കിയിട്ട് അവിടെ വെക്കുക. ഇതിൻ്റെ പേര് വാവേ. എന്നിട്ട് അതിൻ്റെ വാവനെ തിളച്ച സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റീമറിലോട്ട് ഇട്ട് അത് 3 എണ്ണം ഫസ്റ്റ് ഇട്ട് കൊടുത്ത് ഞാൻ 5 കൂന്താണ് ഇവിടെ എടുത്തത്, നമ്മുടെ ഡിന്നറാണ്. എന്നിട്ട് ആ കൂന്ത കണ്ടോ തുറന്നു നോക്കിയപ്പോൾ കുറേ മസാല ഇട്ടാൽ വികൃതമായി പോകും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടാൻ പറഞ്ഞത്. എന്നിട്ട് പിന്നെ നമുക്ക് അതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി അടുത്ത മസാല ഉണ്ടാക്കാം. അപ്പോൾ പാൻ വെച്ചോളി, ഓയിൽ ഒഴിച്ചോ, മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം, കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മസാല തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ മസാല ഉണ്ടാക്കാൻ. എന്നിട്ട് കൂന്തൻ അതിലിട്ടെടുത്ത് നല്ലോണം മസാല പുരട്ടി കൊടുക്കുക. അതിൻ്റെ മുകളിൽ നന്നായിട്ട് മസാല പുരട്ടിയിട്ട് 2 കൂന്ത ഞാൻ ആദ്യം മാറ്റി വെച്ച് എന്നിട്ട് അടുത്ത 3 കൂന്തയും കൂടെ ഇതേ സെയിം പ്രൊസീജിയറിൽ ചെയ്തെടുത്ത് എന്നിട്ട് ഇന്ന് രാത്രിത്തെ ഡിന്നർ കൂന്ത നിറച്ചതും പത്തിരിയാണേ നമുക്ക്. അപ്പോൾ രാത്രി എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ ജോലിക്ക് പോകണതിനെ കൊണ്ട് എനിക്ക് പകലൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എല്ലാ ദിവസവും ഡിന്നറാണ് നമ്മളെ വീട്ടിൽ സ്പെഷ്യലായിട്ടുണ്ടാവും. അപ്പോൾ ഗസ്റ്റ് എത്തി ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വാവ് ആറ്റിറ്റ്യൂഡ് കിങ്സ്. എന്നിട്ട് ഇതാ തിളയ്ക്കണ കൂന്താണ് എടുത്തിട്ട് ടേസ്റ്റ് നോക്കാൻ എടുത്തത്. സമയം 11:30 എന്നിട്ട് ഇതാ ഓ മൈ ഗോഡ് ടേസ്റ്റി. കൈ പൊള്ളിയിട്ട് ഒരുത്തൻ കൂന്ത അവിടെ ഇട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, റെസിപ്പി ഉണ്ടാക്കി